ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ സാഷ്ടാംഗ പ്രണാമം. ഭഗവാന്റെ കൃപ കൊണ്ട് നമ്മൾ ശ്രീമദ് ഭാഗവതം പഠിച്ചു വരുന്നു. അധ്യായം 8, സ്കന്ധം 1, അധ്യായം 8 നിൽക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓർമ്മയുണ്ടോ? വളരെ ചുരുക്കത്തിൽ ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ എവിടെ വരെ നമ്മൾ പഠിച്ചു എന്നുള്ളതൊക്കെ? വളരെ ചുരുക്കത്തിൽ. യെസ്, കേൾക്കുന്നില്ല? ഹരേ കൃഷ്ണ പ്രഭുജി. പാണ്ഡവര് അശ്വത്ഥമാവിനെ പിടിച്ചോണ്ട് വന്നിട്ട് ദ്രൗപദി ദേവി അത് റിജക്ട് ചെയ്തു. അദ്ദേഹത്തെ വധിക്കണ്ട, വെറുതെ വിടണമെന്ന്. കഴിഞ്ഞ അധ്യായത്തിലായിരുന്നു. അടുത്ത ഉത്തരാദേവി ഓടി വരുന്നുണ്ട്. ഭഗവാൻ എല്ലാം കഴിഞ്ഞിട്ട് പാണ്ഡവര് അദ്ദേഹത്തെ യാത്രയൊക്കെ ആക്കി പോകാനായിട്ട് തുനിഞ്ഞപ്പോ ഉത്തരാദേവി ഓടി പാഹി പാഹി എന്ന് വിളിച്ചിട്ട് അദ്ദേഹത്തിന് ഓടി വന്ന് ശരണം പ്രാപിച്ചു. അതാ നമ്മൾ പഠിച്ചത്. ഓക്കെ. ശ്ലോകം ഏതുവരെ പഠിച്ചു? ശ്ലോകം 13-ാമത്തതായി. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. യെസ്, ഇടയ്ക്ക് അതും കൂടി ടെസ്റ്റ് ചെയ്യണം നമ്മൾ. എന്തായാലും താങ്ക് യു. 12 ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ആഴ്ചയിൽ. ഓക്കെ, ഇപ്പോൾ ബ്രഹ്മാസ്ത്രം വീണ്ടും വരികയാണ് ചെയ്യുന്നത്. അശ്വത്ഥമാവ് വീണ്ടും ബ്രഹ്മാസ്ത്രം അയക്കുന്നു ഉത്തരാമാതാവിൻ്റെ ഉദരത്തിലുള്ള പരീക്ഷിത് മഹാരാജുവിനെ അവസാനിപ്പിക്കാൻ വേണ്ടി. പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പദേ നാന്യം ത്വദഭയം പശ്യേ യത്ര മൃത്യു പരസ്പരം. ഭഗവാനെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നു, ഭഗവാനെ വിളിക്കുന്നു ഉത്തരാമാത. അങ്ങനെ എന്ത് സംഭവിക്കുന്നു പിന്നീട് എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും ഭഗവാനെ ശരണം പ്രാപിച്ചാൽ ഭഗവാൻ അവരെ നോക്കാതിരിക്കുമോ? എന്തിനു പറയണം? ശരണം പ്രാപിച്ചില്ലെങ്കിൽ പോലും സമൂഹം സർവഭൂതേഷു, എല്ലാവർക്കും വേണ്ടതെല്ലാം ഭഗവാൻ കൊടുക്കുന്നു. അവനവൻ്റെ ആഗ്രഹങ്ങൾ, അതായത് ആർക്കും, ഏത് തരത്തിലുള്ള ആളാണെന്നുണ്ടെങ്കിലും ഭഗവാൻ അദ്ദേഹത്തിൻ്റെ മഹാകൃപ എല്ലാവർക്കും ഉണ്ട്. എന്നാൽ അത് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ സ്വീകരിക്കാനുള്ള ഒരു പാത്രത എല്ലാവർക്കും ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. പൂതന, അദ്ദേഹം ഭഗവാന്റെ ലീലയിൽ കാണാൻ നമുക്ക് വൃന്ദാവനത്തിൽ അദ്ദേഹത്തിന് വെറും ദിവസങ്ങൾ മാത്രമായിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ ആവിർഭാവത്തിന് ശേഷം കുട്ടിയായിരിക്കുന്ന സമയത്ത് ആദ്യം വരുന്നത് പൂതനയാണ്. അമ്മയുടെ വേഷം ധരിച്ചു, അത്രയേ ഉള്ളൂ. ആ അമ്മ, അതായത് പൂതനയുടെ വേഷം യശോദ അമ്മയെ ഓർമ്മിപ്പിച്ചു ഭഗവാനെ. അത്രയേ സംഭവിച്ചുള്ളൂ. പക്ഷേ എന്താണ് ഭഗവാൻ ആ പൂതനയ്ക്ക് കൊടുക്കുന്നത്? ശാശ്വതകാലത്തേക്ക്, അല്ലെങ്കിൽ ശാശ്വതമായിട്ടുള്ള ഒരു പൊസിഷൻ ഗോലോക വൃന്ദാവനത്തിലാണ് കൊടുക്കുന്നത്. അപ്പോൾ എത്രമാത്രം ദയാലുവാണ് ഭഗവാൻ. അങ്ങനെ വേറൊരു ഉദ്ദേശത്തോടു കൂടി, സാധാരണ ഒരു ഉദ്ദേശം പോലുമല്ല, കൊല്ലണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി വന്നിട്ടുള്ള പൂതന ഇനി കൃഷ്ണനെ മാത്രമല്ല ഒരുപാട് കുട്ടികളെ കൊന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് മോശമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനു മുമ്പും ഒരുപാട് ആളുകളെ കൊന്നിട്ടുണ്ട്. രാക്ഷസിയാണ്. എന്നിട്ടും കൊടുക്കുന്ന പൊസിഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്രമാത്രം ദയാലുവാണ് ഭഗവാൻ. കംവാ ദയാലും ശരണം വ്രജേമ. അതേപോലെ തന്നെ അജാമിളനെ നോക്കൂ. അജാമിളൻ മകനെയാണ് വിളിക്കുന്നത് നാരായണ എന്ന്. ഭഗവാൻ നാരായണനെ അല്ല വിളിക്കുന്നത്. എന്നാൽ മകൻ ആ പേരുണ്ടായിരുന്നു, അതുകൊണ്ട് മകനെ വിളിക്കുന്നു. എന്നാൽ ശ്രീമൻ നാരായണൻ മകനെയാണോ വിളിച്ചത് എന്നുള്ളത് നോക്കുന്നില്ല. എൻ്റെ പേര് വിളിച്ചു, അത്രയും നോക്കുന്നുള്ളൂ. എന്നിട്ട് അദ്ദേഹത്തിനും ഭഗവാൻ കൃപ കൊടുക്കുന്നു. ഗജേന്ദ്രൻ്റെ കാര്യം ഒന്ന് നോക്കൂ. ഗജേന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ സ്തുതി നമ്മൾ പഠിക്കുമ്പോൾ 8-ാമത്തെ സ്കന്ധം എത്താൻ സമയമുണ്ട്. എന്നാലും നമുക്ക് കാണാം, ഗജേന്ദ്ര സ്തുതിയിൽ ഗജേന്ദ്രൻ ഭഗവാന്റെ പേരുകളൊന്നും വിളിക്കുന്നില്ല. അതായത് കൃഷ്ണ എന്നോ വിഷ്ണു എന്നോ
നാരായണൻ എന്നൊന്നും തുടക്കത്തിൽ വിളിക്കുന്നില്ല. അതായത് പരമാത്മനെ, അതായത് ജഗത്പതേ എന്നുള്ളൊരു ഗൗണനാമങ്ങൾ ഉപയോഗിച്ചാണ് ഗജേന്ദ്രൻ സ്തുതിക്കുന്നുണ്ടായിരുന്നത്. എന്നാൽ എന്ത് സംഭവിക്കുന്നു? ആ കാര്യം ഒരുപാട്, അതായത് ഭഗവാന്റെ ഒരുപാട് ക്വാളിറ്റീസ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന, ഗജേന്ദ്രൻ്റെ പ്രാർത്ഥനയിൽ ഭഗവാന്റെ ഒരുപാട് സവിശേഷതകൾ, ഒരുപാട് ഗുണങ്ങൾ അദ്ദേഹം സ്തുതിക്കുന്നുണ്ട്. അപ്പോൾ ആ ഗുണങ്ങളൊക്കെ ആർക്കാണോ ഉള്ളത്? അത് ഭഗവാൻ കൃഷ്ണന് മാത്രമേ ഉള്ളൂ, ഭഗവാൻ നാരായണന് മാത്രമേ ഉള്ളൂ, വിഷ്ണുവിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പേര് പോലും വിളിച്ചില്ല, ഗുണങ്ങൾ മാത്രമേ വിളിച്ചുള്ളൂ. ഗുണങ്ങൾ മാത്രമേ അദ്ദേഹം ഗുണങ്ങൾ കൊണ്ട് സ്തുതിക്കുമായിരുന്നു. വ്യക്തി ആരാണ് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷേ ഭഗവാൻ നാരായണൻ, ഭഗവാൻ ഹരി, ഭഗവാൻ വിഷ്ണു ആ പ്രാർത്ഥന, നാരായണൻ ആ പ്രാർത്ഥന കേൾക്കുന്നു. അതായത് എന്നിട്ട് അദ്ദേഹത്തിന് മനസ്സിലാവുന്നു, ഈ ഗുണങ്ങളൊക്കെ ചേർത്ത് നോക്കുമ്പോൾ പറയുന്നത്, ഗജേന്ദ്രൻ വിളിക്കുന്നത്, സ്തുതിക്കുന്നത് കേൾക്കുമ്പോൾ അത് എന്നെയാണ് വിളിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, നേരിട്ട് പേര് പോലും വിളിക്കാത്തൊരവസരത്തിലും അദ്ദേഹം വരുന്നു. അപ്പോൾ എന്താ പറയാനുള്ളത്? ഭഗവാന്റെ മഹാകൃപയെക്കുറിച്ച് വിളിക്കാതെ തന്നെ, നേരിട്ട് വിളിക്കാതെ തന്നെ ഗജേന്ദ്രൻ്റെ അടുത്ത് പോയി, അതേപോലെ അജാമിളൻ്റെ അടുത്ത് പോയി, നേരിട്ട് വിളിച്ചിട്ടില്ല. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ആരുടെ അടുത്താണ്? പൂത്തനയുടെ അടുത്ത്. പൂത്തനയുടെ ഭാവമേ വേറെയായിരുന്നു. എല്ലായിടത്തും നമുക്ക് കാണാം ഭഗവാന്റെ മഹാകൃപ. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരാൾ പാഹി പാഹി മഹായോഗീൻ ദേവദേവ ജഗത്പതേ നാന്യം ത്വദഭയം പശ്യേ എത്ര മൃത്യു പരസ്പരം, എന്നെ രക്ഷിക്കൂ ഓ ജഗത്പതേ, അങ്ങേക്ക് മാത്രമേ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഭഗവാൻ വരാതിരിക്കുമോ? തീർച്ചയായിട്ടും അവിടെ വന്നിരിക്കും. അങ്ങനെ ബ്രഹ്മാസ്ത്രം അദ്ദേഹം നിർവീര്യമാക്കാനുള്ള ആക്കുവാണ് ചെയ്യുന്നത്. എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നോക്കാം. അപ്പോൾ ഭഗവാൻ കൃഷ്ണന് മനസ്സിലായി അശ്വത്ഥമാവ് ബ്രഹ്മാസ്ത്രം അയച്ചിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം, അപ്പോൾ ഇത് കണ്ടപ്പോൾ പാണ്ഡവർ അവരുടെ അസ്ത്രങ്ങളൊക്കെ എടുക്കുന്നു. ഇനി അതിനുശേഷം ഇതിനു മുമ്പുള്ളതിൽ നമുക്കറിയാം അർജുനൻ നിർവീര്യമാക്കി എന്നുള്ളത്. അർജുനൻ്റെ അടുത്ത് പോവാതെ ഉത്തരമാത ഓടിപ്പോകുന്നത് ഭഗവാൻ കൃഷ്ണൻ്റെ അടുത്തേക്കാണ്. ഈ ഒരു കാര്യവും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു. നാച്ചുറലായിട്ട്, അതായത് സ്വാഭാവികമായിട്ട് അപകടം വരുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്നത് ഭഗവാനെയാണ്. അതായത് അർജുനൻ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അർജുനൻ ടീച്ചറാണ്, മാത്രമല്ല ഇല്ലാത്തൊരവസരത്തിൽ അച്ഛൻ്റെ സ്ഥാനമാണ് ഉള്ളത്. എല്ലാം കൊണ്ടും അദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ് പോവേണ്ടത്. സാധാരണ പോവുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇവിടെ അതല്ല സംഭവിക്കുന്നത്. നേരിട്ട് ഭഗവാന്റെ അടുത്തേക്കാണ് പോകുന്നത്. ഭഗവാൻ നേരിട്ട് അതിൽ ഇടപെടുന്നു. ഇനി എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ഭഗവാൻ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാം. ഇപ്പോൾ 13-ാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം നേരിട്ട് വരുവാണ്. ഇതിനു മുമ്പ് അർജുനോട് പറഞ്ഞു നീ ബ്രഹ്മാസ്ത്രം അയച്ച് അതിനെ നിർവീര്യമാക്കാൻ. ഈ തവണ ഭഗവാൻ അർജുനോട് പറയുന്നില്ല, അദ്ദേഹം നേരിട്ട് ഇറങ്ങുന്നു. വ്യസനം വീക്ഷ്യ തത്തേഷാം അനന്യാ വിഷയാത്മനാം സുദർശനേന സ്വാസ്ത്രേണ സ്വാനാം രക്ഷാം വ്യദാദ് വിഭുഃ. പ്രീത മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 13. വ്യസനം വീക്ഷ തത്തേഷാം അനന്യാ വിഷയാത്മനാം സുദർശനേന സ്വാസ്ത്രേണ സ്വാനാം രക്ഷാം വ്യഥാത് വിഭുഃ. വിവർത്തനം ശ്രീല പ്രഭുപാദി ജയ്. സർവശക്തനും പരമദിവ്യോത്തമ പുരുഷനുമായ ശ്രീകൃഷ്ണൻ പൂർണ്ണ സമർപ്പിതാത്മാക്കളായ തന്റെ ശുദ്ധഭക്തർക്ക് സംഭവിക്കാൻ പോകുന്ന മഹാവിപത്തിനെ ദർശിക്കയാൽ അവരെ സംരക്ഷിക്കാനായി തൽക്ഷണം തന്റെ സുദർശന ചക്രമെടുത്തു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഭഗവാൻ കൃഷ്ണൻ നേരിട്ട് അതേ സമയത്ത് ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ സുദർശന ചക്രം എടുക്കുന്നു. അതായത് ഉത്തരമാതയുടെ ഗർഭത്തിലുള്ള അല്ലെങ്കിൽ പാണ്ഡവരെ രക്ഷിക്കാൻ വേണ്ടി ഇത്തവണ അദ്ദേഹം നേരിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നോക്കുന്നു. അങ്ങനെ ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം. ഭഗവാൻ ഇവിടെ സുദർശന ചക്രം എടുക്കുവാൻ അദ്ദേഹം മടിക്കുന്നില്ല. കാര്യം
ഇതിനു മുമ്പ് നമുക്കറിയാം അദ്ദേഹം യുദ്ധത്തിൽ അദ്ദേഹം വാക്ക് കൊടുത്തിരുന്നു, ഞാൻ അസ്ത്രങ്ങൾ എടുക്കില്ല എന്നുള്ളത്. ആ വാക്ക് അവിടെ അദ്ദേഹം തെറ്റിച്ചിട്ടുണ്ട്. ഭീഷ്മപിതാമഹൻ്റെ ആ ഒരു ലീലയിൽ നമ്മളത് അടുത്ത അധ്യായത്തിൽ പഠിക്കും. അതിനുശേഷം ഇപ്പോൾ യുദ്ധം കഴിഞ്ഞ് അധികമായിട്ടില്ല, അതിൻ്റെ തുടർച്ചയാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പോൾ എന്നിട്ടും അദ്ദേഹം സുദർശന ചക്രം എടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അദ്ദേഹത്തിൻ്റെ ശുദ്ധഭക്തരായിട്ടുള്ള പാണ്ഡവരെ രക്ഷിക്കാൻ വേണ്ടി. അതാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഭഗവാന്റെ ഭക്തരെ രക്ഷിക്കാൻ, ഭക്തർക്ക് വേണ്ടി അദ്ദേഹം എടുത്തിട്ടുള്ള തീരുമാനങ്ങളാവട്ടെ, അദ്ദേഹം എടുത്തിട്ടുള്ള വ്രതങ്ങളാവട്ടെ, അതൊക്കെ മുറിക്കാൻ അദ്ദേഹം തയ്യാറാണ്. അദ്ദേഹത്തിൻ്റെ റെപ്യൂട്ടേഷൻ, അദ്ദേഹത്തിൻ്റെ ആ ഒരു കീർത്തി അദ്ദേഹം സംരക്ഷിക്കാനോ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനോ ഒന്നും അദ്ദേഹം നോക്കുന്നില്ല. അദ്ദേഹം ഒരേ ഒരു കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ, എൻ്റെ ഭക്തർക്ക് സന്തോഷം വേണം, എൻ്റെ ഭക്തർക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. അദ്ദേഹത്തിനെ കുറിച്ച് ആരെങ്കിലും മോശമായി പറഞ്ഞോട്ടെയോ, വാക്കിന് വിലയില്ല, അല്ലെങ്കിൽ എടുത്ത വ്രതം തെറ്റിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞാലും അദ്ദേഹം അതിന് വില കൊടുക്കുന്നില്ല. കാര്യം അദ്ദേഹത്തിന് അതിന് ഇമ്പോർട്ടൻസ് ഇല്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് എൻ്റെ ഭക്തർക്ക് നല്ലത് സംഭവിക്കണം, അല്ലെങ്കിൽ ഭക്തരെ ഞാൻ സംരക്ഷിക്കും, അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും. അത്രയും ദയാലുവാണ് ഭഗവാൻ കൃഷ്ണൻ. എന്താ പറയേണ്ടതെന്നറിയില്ല. അതാണ് ഭഗവാൻ. ഭക്തവത്സരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പേര്, ഭക്തവത്സരൻ എന്നുള്ള പേര്, എത്ര നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞാലും, എത്ര ജന്മജന്മാന്തരങ്ങളെടുത്ത് ചർച്ച ചെയ്ത് കഴിഞ്ഞാലും എവിടെയും എത്താൻ പോകുന്നില്ല. എന്തിനു പറയണം, അനന്തശേഷൻ ഭഗവാന്റെ ഓരോ ഗുണങ്ങളും വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അനന്തശേഷനും ഒരു എത്തുമിടിയും കിട്ടുന്നില്ല. അതിൻ്റെ ആ ഒരു വ്യാപ്തി അത്രമാത്രമുണ്ട്. അപ്പോൾ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ഭക്തരെ രക്ഷിക്കാൻ വേണ്ടി സുദർശന ചക്രം എടുക്കുന്നു. അതാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. ശീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഇവിടെ അനന്യ വിഷയാത്മാനം എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ശ്ലോകത്തിൽ നോക്കൂ, വ്യസനം വീക്ഷ്യതക്തേഷാം അനന്യ വിഷയാത്മാനം. അതായത് അനന്യഭക്തർ എന്ന് പറഞ്ഞാൽ ആരാണ്? പാണ്ഡവരെ കുറിച്ചാണ് പറയുന്നത്. പാണ്ഡവർ 100% ഭഗവാനെ ആശ്രയിക്കുന്നു. എല്ലാത്തിനും ഭഗവാനെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നു. അവർ നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, അവരെ പോലെ കഴിവുള്ള വേറെ യോദ്ധാക്കളില്ല, അങ്ങനെയുള്ള ക്ഷത്രിയരില്ല അന്നത്തെ കാലത്ത്. അത്രമാത്രം ശക്തിശാലികളാണ്, അത്രമാത്രം കഴിവുള്ളവരാണ്. അവരെന്നാലും ഭഗവാനെ ആശ്രയിക്കുന്നു. ഇതിൽ നിന്നുള്ള പാഠം, അതായത് ഏത് സാഹചര്യത്തിലും, അപകടമാവട്ടെ സന്തോഷമാവട്ടെ എന്ത് വേണമെങ്കിലാവട്ടെ, പാണ്ഡവരെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പാണ്ഡവരെ എല്ലാ സാഹചര്യത്തിലും ഒരേപോലെ ഭഗവാനെ ആശ്രയിക്കുന്നു. ഇതാണ് പരിശുദ്ധ ഭക്തരുടെ ലക്ഷണം. അല്ലാതെ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമല്ല ഭഗവാനെ വിളിക്കുന്നത്. സന്തോഷം വരുമ്പോൾ ഭഗവാനെ മറക്കുന്നു, പ്രശ്നങ്ങൾ വരുമ്പോൾ ഭഗവാനെ വിളിക്കുന്നു. അപ്പോൾ അത് ഒരു ശുദ്ധഭക്തൻ്റെ ലക്ഷണമല്ല. ഏത് സാഹചര്യത്തിലും, അല്ലെങ്കിൽ ശീതോഷ്ണ സുഖദുഃഖത ആഗമ പായനോ അനിത്യാസ് താം തിതിക്ഷോസ്വ ഭാരത. എല്ലാ സാഹചര്യവും ഒരേപോലെ നമ്മൾ സഹിഷ്ണുതയോടുകൂടി ടോളറേറ്റ് ചെയ്യണം. സഹിഷ്ണുത വേണമെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു. അതേപോലെ തന്നെ ഏത് സാഹചര്യത്തിലും ഭഗവാനെ ആശ്രയിക്കുക എന്നുള്ളത്. കാര്യം സഹിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഭഗവാന്റെ ആശ്രയം വരുന്നുണ്ട്. ഭഗവാനെ നമ്മൾ തീർച്ചയായിട്ടും ആശ്രയിക്കുന്ന കാര്യം അവിടെ വരുന്നു. കാര്യം ഭഗവാന്റെ ആശ്രയം ഉണ്ടെങ്കിൽ, ഭഗവാനുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആവുകയാണെങ്കിൽ പിന്നെ ഒന്നും തന്നെ പ്രശ്നമല്ല, എന്തും നമുക്ക് സഹിക്കാൻ സാധിക്കും, അല്ലേ? അതാണ്. അപ്പോൾ ഇവിടെ പാണ്ഡവരെ കുറിച്ച് പറയുന്നു, 100% എല്ലാവരും പാണ്ഡവർ ഭഗവാന്റെ സംരക്ഷണത്തിന് വേണ്ടി ഭഗവാനെ ആശ്രയിക്കുന്നു. ഭഗവാൻ വേണ്ടത് ചെയ്തു കൊടുക്കുന്നു. അതാണ്. അപ്പോൾ ഏത് സാഹചര്യത്തിലും അവരങ്ങനെയാണ്. ശീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പിന്നീട് പറയുന്നു, അദ്ദേഹത്തിൻ്റെ, നമ്മൾ ഓൾറെഡി അതിനെക്കുറിച്ച് പറഞ്ഞു, ഭക്തവത്സലനാണ് ഭഗവാൻ എന്നുള്ളത്. അദ്ദേഹം യുദ്ധക്കളത്തിൽ ആയുധമെടുക്കില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ്. എന്നാലും അദ്ദേഹം അതൊന്നും ഓർക്കുന്ന പോലുമില്ല. അതെല്ലാം മാറ്റിവെച്ച് അദ്ദേഹത്തിൻ്റെ വ്രതങ്ങളൊക്കെ മാറ്റിവെച്ച് അദ്ദേഹത്തിൻ്റെ പ്രതിജ്ഞകളൊക്കെ അദ്ദേഹം പ്രതിജ്ഞകളൊക്കെ അദ്ദേഹം തന്നെ മുറുകയാണ് ചെയ്യുന്നത്. എന്നിട്ട്
എന്തിനു വേണ്ടിയിട്ടാണ്? ഭക്തരെ രക്ഷിക്കാൻ വേണ്ടി. ഭക്തവത്സലനാണ് ഭഗവാൻ, അതാണ് പറയുന്നത്. അദ്ദേഹം വേറൊന്നും നോക്കുന്നില്ല. ഭക്തരുടെ സന്തോഷം, ഭക്തരുടെ സംരക്ഷണം മാത്രമാണ് ഭഗവാനെ സംബന്ധിച്ച് അദ്ദേഹം നോക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അതാണ് ഭഗവാന്റെ മഹാകൃപ, ദയാലുവായിട്ടുള്ള ഭഗവാൻ. ശ്ലോകം 14. അന്തസ്ഥ സർവഭൂതാനാം ആത്മയോഗേശ്വരോ ഹരിഃ സ്വമായയാ വൃണോദ്ഗർഭം വൈരാട്യ കുരുത്തന്തവേ. രത്നമാതജി. ഹരേ കൃഷ്ണ പ്രഭു. സോറി, ഞാൻ പുരിയിലാണ്, ജഗന്നാഥ് പുരിയില്ല പ്രഭു, ബുക്കില്ല. ഹരേ കൃഷ്ണ. ഓക്കെ, നോ പ്രോബ്ലം. വസന്ത മാതാജി വായിക്കൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 14. അന്തസ്ഥ സർവഭൂതാനാം ആത്മാ യോഗേശ്വരോ ഹരി സ്വമായയാ വൃണോദ്ഗർഭം വൈരാട്യ ഗുരുതന്തവേ. ഹരേ കൃഷ്ണ. വിവർത്തന ശ്രീല പ്രഭുപാദ് കി ജയ്. പരമോന്നതനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഏവരുടെയും ഹൃദയത്തിൽ പരമാത്മാവായി സ്ഥിതി ചെയ്യുന്നു. അപ്രകാരം കുരുവംശത്തിന്റെ സന്താനത്തെ സംരക്ഷിക്കാനായി മാത്രം ഭഗവാൻ ഉത്തരയുടെ ഭ്രൂണത്തെ സ്വശക്തിയാൽ വലയം ചെയ്തു. ഹരേ കൃഷ്ണ. ഭഗവാൻ എന്താണ് ഇവിടെ ചെയ്യുന്നത്? സുദർശന ചക്രം എടുത്ത് അദ്ദേഹം എന്ത് ചെയ്യുന്നു? യോഗേശ്വരനായിട്ടുള്ള ഭഗവാൻ, എല്ലാവരുടെയും പരമാത്മാവായിട്ടുള്ള ഭഗവാൻ ഉത്തരമാതയുടെ ആ ഒരു ഭ്രൂണത്തെ അദ്ദേഹം സ്വമായയ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ആന്തരിക ശക്തി ഉപയോഗിച്ച്, അദ്ദേഹത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് അദ്ദേഹം അതിനെ മൂടുന്നു, അതായത് കവർ ചെയ്യുന്നു. ബ്രഹ്മാസ്ത്രത്തിൻ്റെ ആ ഒരു ബ്രഹ്മാസ്ത്രം വന്ന് ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി പൂർണ്ണമായിട്ടും പ്രൊട്ടക്ഷൻ ചെയ്യുന്നു. ആക്ച്വലി കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്രഹ്മാസ്ത്രത്തിന് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്, അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഭ്രൂണത്തെ ഒന്നും നശിപ്പിക്കാൻ സാധിക്കാത്ത തരത്തിൽ ഭഗവാൻ സംരക്ഷണം, അല്ലെങ്കിൽ അതിനെ കവർ ചെയ്യുന്നു. അതാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഭഗവാന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഭഗവാനെ ആശ്രയിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഭക്തർ ഭഗവാനെ ആശ്രയിക്കുന്നു. ഭഗവാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു സെക്ഷനിൽ നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ളൊരു കാര്യവുമില്ല, അല്ലേ? അദ്ദേഹം തനിയെ ചെയ്യുന്നു. അദ്ദേഹത്തിന് വേറൊരാളുടെ സഹായത്തിൻ്റെ ആവശ്യമില്ല. അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കാത്തതായിട്ടുള്ള കാര്യങ്ങളില്ല. അപ്പോൾ നേരത്തെ അദ്ദേഹം അർജുനെ കൊണ്ട് ചെയ്യിപ്പിച്ചു, ഇത്തവണ അദ്ദേഹം തന്നെ നേരിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഇതേപോലൊരു സംഭവം വേറെ ആർക്കും ചെയ്യാൻ സാധിക്കില്ല. അർജുനും ചെയ്യാൻ സാധിക്കും. അർജുനും ബ്രഹ്മാസ്ത്രത്തെ നിർവീര്യമാക്കാൻ ഭഗവാൻ പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഭ്രൂണത്തിനകത്ത് കയറി അവിടെ അതിനെ കവർ ചെയ്യാനുള്ള അത് അർജുനെ കൊണ്ട് സാധിക്കുകയില്ല. ഭഗവാന് മാത്രമേ സാധിക്കുകയുള്ളൂ. പരമാത്മാവായിട്ടുള്ള ഭഗവാൻ അത് സാധിക്കും, വേറെ ആർക്കും സാധിക്കില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു, ഭഗവാൻ ആരെയും ആശ്രയിക്കുന്നില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ആശ്രയിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ. എന്നാൽ ഇതേ ഭഗവാൻ തന്നെ പല സമയങ്ങളിലും മറ്റുള്ളവരെ ആശ്രയിക്കുന്നുണ്ട്. ഇതേ ഭഗവാൻ തന്നെ ശ്രീരാമചന്ദ്ര ഭഗവാനായി വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇതേ ഭഗവാൻ മാറിയിട്ടില്ല, വ്യക്തി ഒന്ന് തന്നെ. എന്നാൽ അവിടെ കരയുന്നു, ശ്രീരാമൻ കരയുന്നു. സുഗ്രീവൻ്റെ മുമ്പിൽ പോയി കരഞ്ഞുകൊണ്ട് പറയുന്നു, എന്നെ സഹായിക്കണം, എൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി രാവണൻ, നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണം. വാനരന്മാരോട് അദ്ദേഹം അപേക്ഷിക്കുന്നു. അവിടെ നിന്ന് ലങ്കയിലേക്ക് പോകാൻ വേണ്ടി ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞ് അദ്ദേഹം എല്ലാവരുടെയും സഹായം തേടുന്നു. ഇതേ ഭഗവാൻ തന്നെ. അപ്പോൾ അവിടെ എന്താണ് വ്യത്യാസം? ഇവിടെ എന്താണ് വ്യത്യാസം? അതാണ് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ലീല. അത് കൂടുതലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് ശ്രീരാമചന്ദ്ര ഭഗവാൻ ഒരിക്കലും അവിടെ ഭഗവാൻ എന്നുള്ളൊരു ഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ലീലകളിൽ കാണില്ല. അദ്ദേഹം നരവത് ലീലയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് സാധാരണ ഒരു മനുഷ്യനെ പോലുള്ള ഒരു ലീലയാണ് അദ്ദേഹത്തിൻ്റെ രാമായണത്തിൽ നമ്മൾ കാണുന്നത്. എന്നാൽ ഭഗവാൻ കൃഷ്ണൻ്റെ ലീല നോക്കുവാണെങ്കിൽ
അവിടെ ഐശ്വര്യഭാവം വരുന്നുണ്ട്. അത് ഭഗവാൻ എന്നുള്ളൊരു ഭാവത്തോട് കൂടിയിട്ടുള്ള പല ലീലകളും നടക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പോൾ ഇതേ ഭഗവാൻ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സാഹചര്യം അനുസരിച്ച് ചിലപ്പോൾ ആശ്രയിക്കേണ്ടി വരുന്നു, ചിലപ്പോൾ അദ്ദേഹം തനിയെ തന്നെ ചെയ്യുന്നു, അല്ലേ? ഇനി എന്തിനു പറയണം, വൃന്ദാവനത്തിലെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല. അവിടെ എല്ലാത്തിനും ഭഗവാൻ എല്ലാവരെയും ആശ്രയിക്കുന്നു. അതായത് ഇടി വെട്ടുന്ന സമയത്ത് അമ്മയുടെ സാരിയുടെ പുറകിൽ ഒളിക്കുന്ന കൃഷ്ണൻ ആണ് ഇവിടെ ഇതൊക്കെ ചെയ്യുന്നത്. ഒന്ന് ആലോചിക്കണം. അതാണ് വൃന്ദാവനത്തിലെ കൃഷ്ണൻ. അവിടെ പേടിയാണ്, ഇടി വെട്ടുന്നത് പേടി, അതേപോലെ തന്നെ പേടിയാണ്, എല്ലാം പേടി. അവിടെ പേടി അദ്ദേഹം എക്സ്പ്രസ് ചെയ്യുന്നു. യശോദറാണിയുടെ സംരക്ഷണം അദ്ദേഹം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ലീലയുടെ ഭാഗമായിട്ട് അദ്ദേഹം യശോദറാണി ആശ്രയിക്കുന്നു. ഇതെല്ലാം നമ്മൾ കാണാം. എന്നാൽ ഇവിടെ നമുക്ക് നേരെ തിരിച്ചാണ് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഭഗവാൻ എന്നുള്ളൊരു ഭാവം, ഭഗവാൻ എന്നുള്ള ആ ഒരു പവർ അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു സെക്ഷനിൽ നിന്ന്. ഓക്കെ, ശ്ലോകം 15. യദ്യപ്യസ്ത്രം ബ്രഹ്മ ശിരസ്ത്വ അമോഘം ച പ്രതിക്രിയം വൈഷ്ണവം തേജ ആസാദ്യ സമാശ്യാമ്യത് ഭൃഗുദ്വഹ. ഓക്കെ, കൃഷ്ണ അജിത്. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. യദ്യപ്യസ്തം ബ്രഹ്മശിരസ്ത്വമോകം ച പ്രതിക്രിയം വൈഷ്ണവം തേജ ആസാദ്യ സമശാമ്യത് ഭൃഗുത്വഃ. ഹരേ കൃഷ്ണ. വിവർത്തനം ശ്രീല പ്രഭുപാദ കി ജയ്. ഹരേ കൃഷ്ണ. അല്ലയോ ഭൃഗുവംശ പ്രതാപനായ ശൗനക, അശ്വത്ഥമാവിനാൽ പ്രയോഗിക്കപ്പെട്ട പരമമായ ബ്രഹ്മാസ്ത്രം നേരിടുവാനോ പ്രതിരോധിക്കുവാനോ അഥവാ നിയന്ത്രിക്കാനോ സാധ്യമാകാത്തതാണെങ്കിലും വിഷ്ണുവിന്റെ, ഭഗവാൻ കൃഷ്ണന്റെ ശക്തിയെ അഭിമുഖീകരിച്ചപ്പോൾ അത് നിർവീര്യമാക്കപ്പെടുകയും പരാജയപ്പെടുകയും ചെയ്തു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ ബ്രഹ്മാസ്ത്രത്തെ നിർവീര്യമാക്കുന്നു ഭഗവാൻ. പറയുന്നു ബ്രഹ്മാസ്ത്രം വിചാരിക്കുന്ന പോലെ ഉള്ള ഒരു അസ്ത്രമല്ല. ബ്രഹ്മാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർവീര്യമാക്കുക എന്ന് പറയുന്നത് അത് ഒരു ചെറിയൊരു കാര്യമല്ല. കാര്യം ഇവിടെ പറയുന്ന അമോഘം ആ പ്രതിക്രിയം വളരെയധികം ശക്തിയുള്ള ഒരു അസ്ത്രമാണ്. സാധാരണ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ബ്രഹ്മാസ്ത്രമൊക്കെ അയക്കുകയാണെങ്കിൽ. എന്നാൽ അവിടെ വളരെ ഈസി ആയിട്ട് ഭഗവാൻ ഇവിടെ അതിനെ നിർവീര്യമാക്കുന്നു. ഇവിടെ പറയുന്നു ഭഗവാൻ കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ആ ശക്തി ഉപയോഗിച്ച് അദ്ദേഹം ബ്രഹ്മാസ്ത്രത്തെ നിർവീര്യമാക്കുന്നു എന്നുള്ളത് പറയുന്നു. ഇവിടെ ഈ ഒരു ശ്ലോകത്തിൻ്റെ ഭാവാർത്ഥത്തിൽ പ്രഭുപാദ് പറയുന്നു, നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തു. അതായത് ഭഗവാൻ ആരെയും ആശ്രയിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് തന്നെ തനിയെ ഈ ഒരു ബ്രഹ്മാസ്ത്രത്തെ നിർവീര്യമാക്കുന്നത് തനിയെ ചെയ്യുന്നു. ആരുടെയും ഒരു സഹായത്തിൻ്റെ ആവശ്യം വരുന്നില്ല. അദ്ദേഹം പരമസത്യം അല്ലെങ്കിൽ പരമദിവ്യോത്തമ പുരുഷനാണ് എന്നുള്ളത് പ്രഭുപാദ് ഇവിടെ താഴെ പറയുന്നുണ്ട്. അത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചർച്ച ചെയ്തു. ഇനി ശ്ലോകം 16 നോക്കാം. മാമാംസ്ത ഹി ഏതദാശ്രയം ആശ്ചര്യം സർവാശ്ചര്യാമയേച്യുതേ യാ ഇദം മായയാ ദേവ്യാ സൃജത്തവതി ഹന്ത്യ ച. ധനലക്ഷ്മി മാതാജി. ഓക്കെ, ദേവു മാതാജി വായിക്കൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. മാംസ്താഹേതദാശ്ചര്യം സർവദാശ്ചര്യമയേച്യുതേ യം ഇദം മായയാ ദേവ്യാ സൃജത്യവതി ഹന്ത്യജ. വിവർത്തനം ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്. അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠരെ,
അതീവ രഹസ്യവും അസ്ഖലനശ്രീലനുമായ ഭഗവാന്റെ ഈ കർമ്മങ്ങളിൽ അസാധാരണമായ ഒന്നുമില്ല. ജനിമൃതി വിഹീനനെന്നിരികിലും ഭഗവാൻ സ്വന്തം അതീന്ദ്രിയ ശക്തിയാൽ സർവഭൗതിക വസ്തുക്കളെയും സംരക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു. മാ മാംസ്ത ഹി ഏതത് ആശ്ചര്യം. ഇത് ആശ്ചര്യപ്പെടാൻ ഒന്നുമില്ല. കാര്യം ഭഗവാനാണ് ഇവിടെ ഉള്ളത്. ഭഗവാൻ അച്യുതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പൊസിഷനിൽ നിന്ന് അദ്ദേഹം ഒരിക്കലും മാറുന്നില്ല. അതിൻ്റെ അർത്ഥം ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷൻ തന്നെയാണ് എപ്പോഴും. ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷന് സാധിക്കാത്തതായിട്ടുള്ള ഒന്നുമില്ല. ഇതെല്ലാം വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ബ്രഹ്മാസ്ത്രത്തെ നിർവീര്യമാക്കുക എന്ന് പറയുന്നത് ഭഗവാനെ സംബന്ധിച്ച് ഒന്നുമല്ല. അതാണ്. അപ്പോൾ ഇവിടെ സർവാശ്ചര്യമേ അച്യുതേ, അതായത് ഭഗവാൻ അച്യുതനാണ്. അദ്ദേഹത്തിൻ്റെ ശക്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അതായത് വളരെ ശക്തിശാലിയാണ്. അല്ലെങ്കിൽ നമുക്കതിനപ്പുറത്തൊന്നും പറയാനില്ല, അല്ലേ? അതായത് ഭഗവാൻ എല്ലാ ഐശ്വര്യങ്ങളും 100% ഉള്ള വ്യക്തിയാണ്. അതിൽ ശക്തി എന്ന് പറയുന്നത് അതിലുണ്ട്. ഭഗവാൻ സാധിക്കാത്തതായിട്ടുള്ള ഒന്നുമില്ല. ഇവിടെ ഭഗവാനെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഭഗവാൻ ഇങ്ങനെ ബ്രഹ്മാസ്ത്രത്തെ നിർവീര്യമാക്കിയപ്പോൾ ഭഗവാന്റെ ഒരു ശക്തികളെക്കുറിച്ചും ഇവിടെ എടുത്തു പറയുന്നു ഈ ശ്ലോകത്തിൽ. ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഭഗവാന് സാധിക്കാത്തതായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല എന്നുള്ളത്. അദ്ദേഹം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത്ഭുതമാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾക്ക് അതീതമായിട്ടുള്ളതാണ്. എന്തൊക്കെ ഭഗവാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു ആശ്ചര്യം തരുന്ന ഒരു ലീലയാണ്, അല്ലേ? എങ്ങനെ അദ്ദേഹം ചെയ്തു നമുക്കറിയില്ല. ഗോവർദ്ധന പർവ്വതം അദ്ദേഹം എടുക്കുന്നു, എങ്ങനെ ചെയ്യുന്നു എന്ന് നമുക്കറിയില്ല. അങ്ങനെ ഒരുപാട് ലീലകൾ നമുക്ക് കാണാം. ഭഗവാന്റെ ശക്തികളും ഭഗവാന്റെ ലീലകളും ഇതെല്ലാം നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമാണ്, അചിന്ത്യമാണ് ഇതെല്ലാം എന്നുള്ളത് പ്രഭുപാദി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ. അസംമൂർധ്വ, ഭഗവാനെ പോലെ ആരുമില്ല, അദ്ദേഹം മാത്രമേ ഉള്ളൂ. ശ്ലോകം 17. ബ്രഹ്മതേജോഭി നിർമുക്തേർ ആത്മജൈ സഹ കൃഷ്ണയ പ്രയാണാഭിമുഖം കൃഷ്ണം ഇദം ആഹാപ്രതാ സതി. ഉഷമാതജി. ഹരേ കൃഷ്ണ പ്രഭുജി. ശ്ലോകം 17. ഓം നമോ ഭഗവതേ വാസുദേവായ. ബ്രഹ്മതേജോ വിനിർമുക്തൈ സഹ കൃഷ്ണയ പ്രയാണാഭിമുഖം കൃഷ്ണം ഇദമാഹ പ്രദാസതി. വിവർത്തനം ശ്രീല പ്രഭുപാദിക്ക് ജയ്. അപ്രകാരം ബ്രഹ്മാസ്ത്ര തേജസ്സിൽ നിന്നും സംരക്ഷിക്കപ്പെട്ട ഭഗവാന്റെ പരിശുദ്ധ ഭക്തയായ കുന്തിദേവിയും അവളുടെ 5 പുത്രന്മാരും ദ്രൗപദിയും ഭവനത്തിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന ഭഗവാനെ ഇപ്രകാരം അഭിസംബോധന ചെയ്തു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ബ്രഹ്മാസ്ത്രത്തെ നിർവീര്യമാക്കുന്ന ആ ഒരു കാര്യം ഇവിടെ ഈ ഒരു അധ്യായത്തിൽ നമ്മളിപ്പോൾ പഠിച്ച സെക്ഷനിൽ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല. എന്നാൽ 12ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണും. ഇനി മുന്നോട്ട് 12ാമത്തെ അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഭഗവാൻ എങ്ങനെയാണ് നിർവീര്യമാക്കിയത് എന്നുള്ളത്. അതായത് ഭഗവാൻ വിഷ്ണു അവിടെ പോയി ആ ഒരു ഭ്രൂണത്തിൻ്റെ ചുറ്റും അദ്ദേഹത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് കവർ ചെയ്യുന്നു. ആ സമയത്ത് പരീക്ഷിത് മഹാരാജാവ് കാണുന്നുണ്ട്, ഭഗവാനെ കാണുന്നു. അവിടെ പറയുന്നുണ്ട് ഭഗവാന്റെ ആ ഒരു പരമാത്മാവായിട്ടുള്ള ഭഗവാൻ അല്ലെങ്കിൽ വിഷ്ണു രൂപത്തിൽ അദ്ദേഹം അവിടെ പോയി സംരക്ഷിക്കുന്നു എന്നുള്ളത്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ 12ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഇവിടെ അതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യാതിരുന്നത്. ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു? അങ്ങനെ ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് ഉത്തരാദേവിയെ അല്ലെങ്കിൽ പരീക്ഷിത് മഹാരാജാവിനെ രക്ഷിക്കുന്നു. അതിനുശേഷം ഭഗവാൻ തിരിച്ച് പോകാൻ ഒരുങ്ങുകയാണ് ചെയ്യുന്നത്. ഇനി ദ്വാരകയിലേക്ക് തിരിച്ചു പോകാൻ ഒരുങ്ങുന്നു. ആ സമയത്ത് കുന്തി ദേവിയും പാണ്ഡവരും അതേപോലെ ദ്രൗപദി മാതയും എല്ലാവരും കൂടെ അവിടെ വരുന്നു. എന്നിട്ട് ഭഗവാനെ അഭിസംബോധന ചെയ്യുന്നു എന്നാണ് ഇവിടെ 17ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. 17ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്.
ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ കുന്തി മഹാറാണിയെക്കുറിച്ച് പറയുന്നു. കുന്തി ദേവി ഇവിടെ സതി എന്നാണ് പറയുന്നത്. സതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് അതായത് ഭഗവാനോടുള്ള അനന്യമായിട്ടുള്ള ഭക്തി ഉള്ളത് കൊണ്ടാണ് ഇവിടെ സതി എന്ന് വിളിക്കുന്നത് എന്നുള്ളത്. അനന്യഭക്തി, അതായത് ഭഗവാനോടുള്ള ഭക്തി അതിൽ കളങ്കമില്ലാത്ത ഭക്തിയാണ്, പരിശുദ്ധ ഭക്തിയാണ്. അതുകൊണ്ട് സതി എന്നുള്ള വാക്ക് ഇവിടെ ഉപയോഗിക്കുന്നു. ശ്രീല പ്രഭുപാദി കൂടുതൽ പറയുന്നു എങ്ങനെയാണ് ഇതേപോലുള്ള പതിവ്രതയായിട്ടുള്ള ഭക്ത എന്നുള്ളത്. അവർക്ക് വേറൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഏത് സാഹചര്യത്തിലും എന്ത് സംഭവിച്ചാലും, നല്ലതാവട്ടെ ചീത്തയാവട്ടെ, സന്തോഷമാവട്ടെ വിഷമമാവട്ടെ, എന്ത് വേണമെങ്കിലും ആവട്ടെ, എല്ലാം അവർ ഭഗവാനെ മാത്രമേ, ഏത് സാഹചര്യത്തിലും ഭഗവാനെ മാത്രമേ ആശ്രയിക്കുള്ളൂ, വേറെ എവിടെയും പോകുന്നില്ല. അതെല്ലാം ഇവിടെ പ്രഭുപാദ് പറയുന്നു. അവർക്ക് ഭഗവാൻ കൃഷ്ണൻ അല്ലാതെ ഒന്നും അറിയില്ല. എല്ലാം ഭഗവാനാണ്, എല്ലാം ഭഗവാനാണ്. അല്ലെങ്കിൽ എല്ലാ സാഹചര്യത്തിലും ഭഗവാൻ മാത്രമേ ആശ്രയിക്കുന്നുള്ളൂ. അവർ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നു. അതാണ് അവരെല്ലാവരും, പാണ്ഡവരെല്ലാവരും അനന്യഭക്തരാണെന്ന് പറയുന്നത്. അതാണ് ഇവിടെ ഈ ഒരു അനന്യതയാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടതും. ഈ ഭഗവാനോടുള്ള ആ ഒരു അനന്യമായിട്ടുള്ള ഭക്തി വളരെ അത്യാവശ്യമാണ്. കാര്യം അതിൽ ഒരു കുറവും വരാൻ പാടില്ല. അതായത് ഭഗവാൻ അനന്യശ്ചിന്തയന്തോ മാം എന്നാണ് പറയുന്നു, ഭഗവത്ഗീതയിൽ പറയുന്നു. അതേപോലെ പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട് അനന്യഭക്തിയെക്കുറിച്ച്. അപ്പോൾ അനന്യഭക്തി വളരെ അത്യാവശ്യമാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് അനന്യഭക്തിയല്ല. ഭഗവാൻ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ കൃഷ്ണൻ മാത്രം. ആ ഒരു അനന്യത നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ്. കാര്യം എന്നാലാണ് എവിടേക്കാണ് നമ്മൾ പോകാമെന്നുള്ളത് തീരുമാനമാവുന്നത്, അല്ലേ? നമ്മൾ ചില സമയത്ത് വേറെ ഭാവങ്ങളും അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ആരാധനകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയും പോകുന്നില്ല. കാര്യം എവിടെയും പോകാൻ സാധിക്കില്ല. കാര്യം അത് മിക്സാണ്. മറിച്ച് ഒരു വ്യക്തി ഭഗവാൻ കൃഷ്ണൻ അങ്ങനെ ആ ഒരു ഭാവത്തിൽ അനന്യമായിട്ടുള്ള ഭക്തി ഉണ്ടെങ്കിൽ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ പാണ്ഡവരെല്ലാവരും അങ്ങനെയാണ്. അവരെല്ലാവരും പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിക്കുന്നു എല്ലാ സാഹചര്യങ്ങളിലും. ഇവിടെ പ്രഭുപാദ് അതുകൊണ്ട് സതി അല്ലെങ്കിൽ ആ ഒരു ശുദ്ധ ഭക്തരുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, അവരെങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഭക്തർ, അനന്യ ഭക്തർ ഒരിക്കലും മറ്റുള്ള ദേവതമാരെയോ അല്ലെങ്കിൽ വേറെ ആരെയും ആശ്രയിക്കില്ല. എന്നാൽ മറിച്ച് ഭഗവാനെ മാത്രമേ ആശ്രയിക്കുള്ളൂ ഏത് സാഹചര്യത്തിലും എന്നുള്ളതാണ് പറയുന്നത്. ശ്ലോകം 18. ഇനി 18ാമത്തെ ശ്ലോകം മുതൽ കുന്തി മഹാറാണിയുടെ പ്രാർത്ഥന തുടങ്ങുന്നു. അതിമനോഹരമായിട്ടുള്ളൊരു സെക്ഷനാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാം ഭഗവാന്റെ കൃപയാണ്. അനന്തപത്മനാഭസ്വാമി നമ്മളെ രക്ഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മഹാകൃപ കൊണ്ടാണ് നമ്മൾ ഇതുവരെ ഇവിടെ എത്തിയിട്ടുള്ളത്. 1ാമത്തെ സ്കന്ധത്തിലെ അല്ലെങ്കിൽ ഭാഗവതത്തിലെ പ്രധാനപ്പെട്ട പ്രാർത്ഥനകളിൽ അല്ലെങ്കിൽ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരുപാട് പ്രേയേഴ്സ് ഉണ്ട്. അതിൽ വെച്ച് വളരെ അധികം ഫേമസ് ആയിട്ടുള്ള ഒരു പ്രാർത്ഥന തന്നെയാണ് കുന്തി സ്തുതി. കുന്തി സ്തുതി ഇവിടെയുണ്ട് ഈ ഒരു അധ്യായത്തിൽ. അടുത്ത അധ്യായത്തിൽ ഭീഷ്മപിതാമഹൻ്റെ സ്തുതിയുണ്ട്. ഇതിനു മുമ്പുള്ള സെക്ഷനിൽ ഉത്തരാദേവി വിളിക്കുന്നതും അർജുനൻ വിളിക്കുന്നതുമൊക്കെ അവിടെ 1-2-3 ശ്ലോകങ്ങളിലായിട്ട് പ്രാർത്ഥനകളുണ്ട്. എന്നാൽ കുന്തി സ്തുതി ഈ 18ാമത്തെ ശ്ലോകം മുതൽ 43ാമത്തെ ശ്ലോകം വരെയുണ്ട്. അത്രയും ശ്ലോകങ്ങളുണ്ട്. അതുകൊണ്ട് അതിമനോഹരമാണ്. എന്തായാലും നമുക്ക് പഠിക്കാം. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ശ്രീല പ്രഭുപാദൻ്റെ കൃപ കൊണ്ടും നമ്മളിവിടെ വരെ എത്തി. ഇനി മുന്നോട്ടും ഇതുപോലെ തന്നെ പോകട്ടെ. ഓക്കെ, അപ്പോൾ മുന്നോട്ട് പോവാം. കുന്തി ഉവാച നമസ്യേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിർ അവസ്ഥിതം. നമസ്യേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിർ അവസ്ഥിതം. ഓക്കെ, ലേഖ മാതാജി ഉണ്ടോ? ലേഖ പ്രദീപ് മാതാജി. ഹരേ കൃഷ്ണ. കുന്തി ഉപാച നമസ്തേ പുരുഷം താമാദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനം
അന്തർബഹിരവസ്ഥിതം. വിവർത്തനം ശ്രീല പ്രഭാതർ കി ജയ്. ശ്രീമതി കുന്തി ദേവി പറഞ്ഞു, അല്ലയോ കൃഷ്ണ, ഭൗതിക പ്രപഞ്ചത്തിന്റെ ഗുണങ്ങളാൽ സ്വാധീനിക്കപ്പെടാത്ത ആദിമനായ പരമദിവ്യോത്തമ പുരുഷനായ അങ്ങേ ഞാൻ പ്രണമിക്കുന്നു. സർവ്വതിന്റെ അന്തർവർത്തിയായും ബാഹ്യവർത്തിയായും നിലകൊള്ളുന്നു എങ്കിലും തന്നെയും അങ്ങ് സർവർക്കും അദൃശ്യനാകുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു. നമസ്തേ പുരുഷം ത്വാദ്യം. ഓ നമസ്തേ, നമസ്കരിക്കുന്നു കുന്തി ദേവി. പുരുഷം എന്ന് പറഞ്ഞാൽ പരമദിവ്യോത്തമ പുരുഷൻ എന്നാണ് വിളിക്കുന്നത്. ആദ്യ പുരുഷൻ, ത്വാദ്യം ആദ്യ പുരുഷൻ. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എല്ലാം നിയന്ത്രിക്കുന്ന വ്യക്തി. പ്രകൃതേ പരം, ഈ ഭൗതിക പ്രകൃതിക്ക് അപ്പുറത്താണ് ഭഗവാനുള്ളത്. അപ്പോൾ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് നമസ്കരിക്കുന്നു കുന്തി മഹാറാണി. അലക്ഷ്യം സർവഭൂതാനാം, അത് അങ്ങ് എല്ലാവർക്കും, സർവഭൂതാനം എല്ലാ ജീവജാലങ്ങൾക്കും അങ്ങേ മനസ്സിലാക്കുവാനോ കാണുവാനോ സാധിക്കുന്നില്ല, ശരിക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. അലക്ഷ്യം, കണ്ണുകൾക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ കണ്ണുകളിൽ കാണുന്ന അദ്ദേഹത്തിന് അങ്ങയുടെ ദർശനമോ അല്ലെങ്കിൽ അങ്ങയെക്കുറിച്ച് മനസ്സിലാക്കുവാനോ സാധാരണ ജീവാത്മാക്കൾക്ക് സാധിക്കില്ല. അന്തർബഹിർ അവസ്ഥിതം, അങ്ങ് അകത്തും പുറത്തും ഒരേപോലെ ഉണ്ട്, ഒരേ സമയത്ത് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം ഭഗവാന്റെ ക്വാളിറ്റീസാണ്. നമുക്ക് ഭഗവത്ഗീതയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതെല്ലാം. അപ്പോൾ ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ശ്രീ കുന്തി മഹാറാണി ഭഗവാനെ സ്തുതിക്കുന്നു, ഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കുന്നു. ഈ ഒരു അവസരത്തിൽ ശ്രീല വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ പറയുന്നു, അദ്ദേഹത്തിൻ്റെ പല കമൻട്രിയും കോൺവെർസേഷൻ രൂപത്തിലാണ് അദ്ദേഹം എഴുതുന്നത്. പലപ്പോഴും മിക്കവാറും ചില സ്ഥലങ്ങളിൽ നമ്മൾ കാണാം ഇത്. ഇവിടെ ഭാഗവതത്തിൽ അങ്ങനെ അത് കൂടുതൽ ക്ലിയറായിട്ട് ശ്ലോകത്തിൽ മനസ്സിലാവില്ല. എന്നാൽ അദ്ദേഹം ഒരു കോൺവെർസേഷൻ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഭാവത്തിൽ അത് ക്ലാരിറ്റിയോടുകൂടി പറയുന്നത്. അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം ഭഗവാന്റെ നിത്യ പാർശ്വതനാണ് ശീല ചക്രവർത്തി പാൽ. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഭഗവാൻ കുന്തി മഹാറാണി കൃഷ്ണൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഭഗവാനെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുന്നു. അപ്പോൾ കൃഷ്ണൻ ചോദിക്കുന്നു, ഇത് ഭാഗവത്തിൽ അവിടെ നേരിട്ട് പറഞ്ഞിട്ടില്ല, എന്നാൽ അദ്ദേഹം പറയുന്നു, അതാണ് അതിൻ്റെ ഉള്ളിലുള്ള, അതാണ് നമ്മൾ പറയുന്നത്. ഒരു ഭാഗവതത്തിൽ ശാസ്ത്രങ്ങളിൽ 50% ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ള 50% അത് പരിശുദ്ധ ഭക്തനാണ് പറഞ്ഞു തരുന്നത്. ശീല വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറും പ്രഭുപാദും ശീല ജീവഗോസ്വാമിയും അവരെല്ലാവരും ലീലകൾ നേരിട്ട് കണ്ടിട്ടുള്ളവരും കാണുന്നവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്കാരാണ്. അവർ ഭഗവാനെ നിത്യപാർശ്വതരാണ്, അവർക്കെല്ലാം അറിയാം. അപ്പോൾ കൂടുതൽ റിവീൽ ചെയ്യുന്നത് ആചാര്യന്മാരാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഭഗവാൻ ചോദിക്കുകയാണ്, ഇങ്ങനെ സ്തുതി തുടങ്ങിയപ്പോൾ ഉടനെ തന്നെ ഭഗവാൻ ചോദിച്ചു കുന്തി ദേവിയോട്, ഞാൻ കുന്തി മഹാറാണി, ഞാൻ അങ്ങയുടെ മരുമകനല്ലേ, അല്ലെങ്കിൽ മകൻ്റെ സ്ഥാനമാണ് എനിക്കുള്ളത്. അവർ തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം, അല്ലേ? പക്ഷേ എന്തുകൊണ്ടാണത്, എന്നിട്ടും എന്താണ് ഇങ്ങനെ ബഹുമാനത്തോടു കൂടിയിട്ടുള്ള സ്തുതിയെല്ലാം ചെയ്യുന്നത്? എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ ബഹുമാനിക്കുന്നു? ഞാൻ അങ്ങയുടെ ബന്ധുവാണ്, മകൻ്റെ സ്ഥാനമാണ് ഉള്ളത്. ആ സമയത്ത് കുന്തി മഹാറാണി പറയുന്നു, പക്ഷേ എന്നാലും നിങ്ങൾ, അതായത് ഭഗവാനോട് പറയുന്നത്, അങ്ങ് പുരുഷൻ പരമപുരുഷനാണ് എന്ന് പറയുന്നു. അപ്പോൾ ഭഗവാൻ പറയുന്നു തിരിച്ച്, ശരിയാണ്, ഞാൻ പുരുഷനാണ്, അതിന് സംശയമില്ല. പക്ഷേ അപ്പോൾ കുന്തി മഹാറാണി പറയുന്നു, വെറും പുരുഷനല്ല, പരമപുരുഷനാണ്, അതായത് പരമദിവ്യോത്തമ പുരുഷനാണ്, ആദ്യ പുരുഷനാണ് എന്നും കുന്തി മഹാറാണി പറയുന്നു. എന്നിട്ട് പറയുന്നു, കുന്തി മഹാറാണി അവിടെ നിർത്തുന്നില്ല, അങ്ങ് ഈശ്വരനാണ്. അപ്പോൾ ഭഗവാൻ പറയുന്നു വീണ്ടും, ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അതായത് ഈ ഒരു ബ്രഹ്മാണ്ടം നോക്കിക്കഴിഞ്ഞാൽ സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, അവരൊക്കെ ഈശ്വരന്മാരാണ്. സ്വർഗലോകങ്ങളിൽ ഒരുപാട് ദേവതമാരൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് അപ്പോൾ കുന്തി മഹാറാണി പറയുന്നു, അല്ലല്ല, അവരൊക്കെ ഈ പ്രകൃതിയുടെ കീഴിൽ വരുന്നവരാണ്, എന്നാൽ അങ്ങ് പ്രകൃതി അപ്പുറം, അങ്ങ് പ്രകൃതിക്ക് അപ്പുറത്താണ്, അങ്ങ് പരമദിവ്യോത്തമ പുരുഷനാണ്, അങ്ങ് പരമാത്മാവാണ്. അലക്ഷ്യം, അങ്ങയെക്കുറിച്ച് മനസ്സിലാക്കാൻ ആർക്കും സാധിക്കില്ല, അങ്ങ് പരമാത്മാവാണ്. പരമാത്മാവ് ഹൃദയത്തിൽ ഇരിക്കുന്നത് ആർക്കെങ്കിലും അറിയോ? ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതാണ് അങ്ങയുടെ ശക്തി. അപ്പോൾ അങ്ങ് സാധാരണ ഒരു വ്യക്തിയല്ല, അങ്ങ് പരമദിവ്യോത്തമ പുരുഷനാണ് എന്നാണ് അവർ തമ്മിൽ
ഒരു ചർച്ചയിൽ സംവാദത്തിൽ കുന്തി മഹാറാണി അവസാനം പറയുന്നു അങ്ങ് പരമദിവ്യോത്തമ പുരുഷനാണ്. അപ്പോൾ ആ ഒരു അതായത് കുന്തി മഹാറാണി ഭഗവാന്റെ ഒരു പൊസിഷൻ മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ പ്രാർത്ഥന ചെയ്യുന്നത്. അപ്പോൾ ആ ഐശ്വര്യം, കുന്തി മഹാറാണിക്ക് ഒരു വാത്സല്യഭാവം ഉണ്ട് ഭഗവാനോട്. തീർച്ചയായിട്ടും ഒരു മകനെ പോലെ, അർജുനനെ കാണുന്ന പോലെ തന്നെയാണ് കൃഷ്ണനെ കാണുന്നത്. എന്നാലും അവിടെ ഭഗവാൻ എന്ന് പറയുന്ന ഒരു ഐശ്വര്യഭാവം കൂടെ ഉണ്ട്. അപ്പോൾ രണ്ട് ഭാവങ്ങൾ കുന്തി മഹാറാണിയിൽ കാണാം നമുക്ക്. അതായത് ആ ഐശ്വര്യഭാവം ഉള്ളത് കൊണ്ട് ആ ഒരു ദാസ്യ ഭാവം ഓട്ടോമാറ്റിക്കലി വരും അല്ലെ. ഐശ്വര്യം എന്ന് പറയുമ്പോൾ ആ ഒരു മെജസ്റ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി ദാസൻ അല്ലെങ്കിൽ ദാസി എന്നുള്ളൊരു ഭാവം വരും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു വാത്സല്യഭാവം ഉണ്ട്, കൂട്ടത്തിൽ ഒരു ദാസ്യഭാവവും ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഭഗവാന്റെ ആ ഒരു പൊസിഷൻ മനസ്സിലാക്കുന്നത് കൊണ്ട്. എന്നാൽ ഇതൊന്നും ഇങ്ങനെയൊരു ഭാവമേ വൃന്ദാവനത്തിലില്ല. കുന്തി മഹാറാണിയുടെ ഭാവം ഇങ്ങനെയാണ്. ഓക്കെ, ഇനി കുറച്ചും കൂടെ കഴിയുമ്പോൾ മനസ്സിലാവും, കുറച്ചും കൂടെ പേഴ്സണലാവും കേട്ടോ. ഇപ്പോൾ കുന്തി മഹാറാണി ഭഗവാന്റെ ആ ഒരു പൊസിഷൻ അല്ലെങ്കിൽ പരമദിവ്യോത്തമ പുരുഷൻ എന്നൊക്കെ വിളിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ആ ഒരു ഭാവങ്ങളൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുന്നത് നമുക്ക് കാണാം. അതിൻ്റെ സ്വീറ്റ്നെസ് വരുന്നത് കാണാം ഇടയിൽ. എന്നിട്ട് തിരിച്ച് വീണ്ടും പഴയ പോലെയാവുന്നു. കുന്തി മഹാറാണിയുടെ സ്തുതി അങ്ങനെയാണ്. തുടങ്ങുമ്പോൾ ഭഗവാൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രാർത്ഥിക്കുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ആ ഒരു മാധുര്യം വരുന്നു, കൂടുതൽ സ്വീറ്റ്നെസ് വരുന്നു ഭഗവാനോടുള്ള ഒരു ഭാവത്തിൽ. അതിനുശേഷം വീണ്ടും ഭഗവാൻ എന്നുള്ളൊരു ഐശ്വര്യഭാവം കുന്തി മഹാറാണിയുടെ ഉള്ളിൽ കടന്നു വരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രഭുപാദജി പറയുന്നു, ശീല പ്രഭുപാദജി ഭാവാർത്ഥത്തിൽ പറയുന്നു, കുന്തി മഹാറാണിക്ക് അറിയാമായിരുന്നു ഭഗവാൻ കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനാണ് എന്നുള്ളത്. ഇപ്പോൾ അത് ഒരു ബന്ധുവായിട്ടുള്ള ഒരു കാര്യമുണ്ട്, ബന്ധുവായിട്ട് ലീലകൾ നടക്കുന്നു. എന്നാലും അദ്ദേഹം പരമദിവ്യോത്തമ പുരുഷനാണ് എന്നുള്ളത് കുന്തി മഹാറാണിക്ക് അറിയാമായിരുന്നു എന്നുള്ളത് പ്രഭുപാദ് ഇവിടെ പറയുന്നു. പിന്നീട് അദ്ദേഹം നിത്യാനാം ചേതനാനാം എന്നുള്ളതൊക്കെ പ്രഭുപാദ് ഇവിടെ പറഞ്ഞുകൊണ്ട് പറയുന്നു ഭഗവാന്റെ പൊസിഷനെ കുറിച്ച്. അപ്പോൾ ഇവിടെ ചന്ദ്രൻ, സൂര്യൻ എന്നുള്ള ഈശ്വരന്മാരൊക്കെ അവരൊക്കെ വെറും സാധാ ഈശ്വരരാണ്. അതായത് സാധാ ഈശ്വരൻ എന്ന് ഉദ്ദേശിക്കുന്നത് ദേവതമാർ. നമ്മളെ സംബന്ധിച്ച് അവർ വലിയ പൊസിഷനിലിരിക്കുന്നവരാണ്. എന്നാൽ ഭഗവാനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർ സാധാ ഈശ്വരന്മാരാണ്, ചെറിയ കൺട്രോളേഴ്സാണ്. എന്നാൽ ഭഗവാൻ പരമ ഈശ്വരനാണ്. എല്ലാവരെയും, ഈ പറയുന്ന ദേവതമാരെ എല്ലാവരെയും നിയന്ത്രിക്കുന്നു ഭഗവാൻ അല്ലേ. അതാണ് ഭഗവാന്റെ പൊസിഷൻ. അപ്പോൾ പ്രഭുപാദ് അത് പറയുന്നു. പിന്നീട് പരമാത്മാവായിട്ടിരിക്കുന്ന ഭഗവാനെക്കുറിച്ച് പ്രഭുപാദ്ജി പറയുന്നു. കാര്യം പരമാത്മാവായിട്ടിരിക്കുന്ന ഭഗവാനെ ആളുകൾ അലക്ഷ്യം സർവഭൂതാനാം, ആളുകൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളത് കുന്തി മഹാറാണി പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹം സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ ആ ശ്ലോകം ഇവിടെ ഭാവാർത്ഥത്തിൽ കോട്ട് ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു ഭഗവാനെ മനസ്സിലാക്കുവാനോ അല്ലെങ്കിൽ എല്ലാവരുടെ മുമ്പിൽ ഭഗവാൻ അദൃശ്യനാണ്. ആളുകൾക്ക് അറിയില്ല, സാധാരണ ഒരാളുകൾക്ക് മനസ്സിലാവില്ല. എന്നാൽ പരിശുദ്ധ ഭക്തർക്ക് ഭഗവാനെ തിരിച്ചറിയുവാനും ഭഗവാനെ ദർശനവും എല്ലാം കിട്ടുന്നു. ഇവിടെ കുന്തി മഹാറാണി ജനറലായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങേ മനസ്സിലാക്കുവാനോ അങ്ങയുടെ ആ ഒരു ദർശനമോ അങ്ങനെ എല്ലാവർക്കും കിട്ടുന്നതല്ല, ആളുകൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമല്ല അങ്ങേ എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ശ്ലോകം 19 കുന്തി മഹാറാണി എന്ത് പറയുന്നു നോക്കാം. ഹരേ കൃഷ്ണ. മായാജവനികാച്ഛന്നം അജ്ഞാദോക്ഷജമവ്യയം ന ലക്ഷ്യസേ മൂഢദൃശ നട്ടോ നാട്യോധരോ യത. ഓക്കെ, യമുന മാതാജി. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 19. മായാജവനിക ദണ്ഡം അച്ഛദോഷജമവ്യയം ന ലക്ഷ്യസേ മൂഢദൃശ നടോ നാടതരോ യത. വിവർത്തനം ശീല പ്രഭാതർ കെ. പരിമിതമായ ഇന്ദ്രദൃഷ്ടിയുടെ പരിധിക്ക് അതീതനാകയാൽ മായയുടെ യവനികയാൽ മറയ്ക്കപ്പെട്ട നിത്യ അവ്യയ ഘടകമാണ് അങ്ങ്. കഥാപാത്രമായി വേഷം ധരിച്ച നടനെ വേർതിരിച്ചറിയാനാകാത്തതുപോലെ അങ്ങ് മൂഢ നിരീക്ഷകന് അദൃശ്യനാകുന്നു. ഹരേ കൃഷ്ണ. ഇവിടെ കുന്തി ദേവി പറയുന്നു മായാജവനികാച്ഛന്നം. അതായത് ഈ ശ്ലോകത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങ് ഇന്ദ്രിയങ്ങൾക്ക് അതീതമാണ് എന്നാണ് പറയുന്നത്. മായാജവനികാച്ഛന്നം, അങ്ങ് മായ ശക്തി, അതായത് അദ്ദേഹത്തിൻ്റെ ആന്തരിക ശക്തി ഉപയോഗിച്ച് അദ്ദേഹം
ഒരു ഝവനിക, ഒരു കർട്ടൻ ഇടുന്നു എല്ലാവരുടെ മുമ്പിൽ. അജ്ഞാതോക്ഷജം അവ്യയം, അതായത് എന്തുകൊണ്ട് കർട്ടൻ ഇടുന്നു എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കാര്യം വേറെ ഒന്നുമല്ല, അദ്ദേഹത്തെ മനസ്സിലാക്കുവാൻ എളുപ്പമല്ല. അങ്ങനെ എല്ലാവർക്കും അദ്ദേഹം റിവീൽ ചെയ്യുന്നില്ല. അതിന് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അദ്ദേഹം റിവീൽ ചെയ്യുന്നു. ഇല്ലെങ്കിൽ ഒരു കവറിങ് ഉണ്ട്, ഒരു കർട്ടൻ ഉണ്ട്, അതാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ എപ്പോഴും അങ്ങനെയാണ്. ഭഗവാൻ ലീലകൾ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുമ്പിലും അദ്ദേഹം ഒരു കർട്ടൻ ഇടുന്നു. ഉദാഹരണത്തിന് വൃന്ദാവനം നോക്കിക്കഴിഞ്ഞാൽ വൃന്ദാവനത്തിൽ ഭഗവാൻ കൃഷ്ണൻ ഭഗവാനല്ല. അവിടെ ഭഗവാൻ എന്ന് പറയുന്നൊരു വാക്ക് തന്നെ അവിടെ ഇല്ല, അതിന് പ്രസക്തിയില്ല. കാര്യം അവിടെ അമ്മമാരുടെ മകനും കൂട്ടുകാരുടെ കൂട്ടുകാരനും ഗോപികമാരുടെ സ്വന്തം എല്ലാമായിട്ടുള്ള കൃഷ്ണനാണ് അവിടെ കൃഷ്ണൻ എന്നുള്ളൂ. അവിടെ ഭഗവാൻ കൃഷ്ണനല്ല. അപ്പോൾ ആ ഒരു ഭാവം എവിടെയുമില്ല. ആ വൃന്ദാവനത്തിൽ ഭക്തരുടെ മുമ്പിൽ കർട്ടനുണ്ട്, മാത്രമല്ല ഭഗവാന്റെ മുമ്പിലുമുണ്ട്. അങ്ങനെയാവുമ്പോൾ മാത്രമാണ് ആ ലീലകളൊക്കെ ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അവിടെയുള്ള വൃന്ദാവനത്തിലെ ഭാവം വേറെ എവിടെയുമില്ല. ഇവിടെ ഇത് ജനറലായിട്ട് പറയുന്നു. ഗുന്തി മഹാറാണി ജനറലായിട്ട് പറയുന്നതാണ് മായാജവനികാച്ഛന്നം. ആ മായാശക്തി ഉപയോഗിച്ച്, അങ്ങയുടെ ആന്തരിക ശക്തി ഉപയോഗിച്ച്, യോഗമായ ശക്തി ഉപയോഗിച്ച് അങ്ങ് എല്ലാവരുടെ മുമ്പിലൊരു കർട്ടൻ ഇടുന്നു. അജ്ഞാതോക്ഷജം അവ്യയം, അതായത് അജ്ഞാതോക്ഷജം, അതായത് അങ്ങ് അദോക്ഷജനാണ്, അല്ലെങ്കിൽ ഈ ഇന്ദ്രിയങ്ങൾക്ക് അതീതമാണ് അങ്ങ്. ഈ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് അങ്ങയെ മനസ്സിലാക്കുവാൻ സാധിക്കില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്, കുന്തി മഹാറാണി പറയുന്നത്. അവ്യയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും അങ്ങയെ ഒന്നും മാറ്റുവാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എഫക്റ്റ് ചെയ്യാനോ സാധിക്കില്ല. അങ്ങ് എല്ലാത്തിൽ നിന്നും അതീതമാണ്, അല്ലെങ്കിൽ അപ്പുറത്താണ്. ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച്, ഭൗതിക ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് അങ്ങയെ മനസ്സിലാക്കുവാനോ സാധിക്കില്ല. അദോക്ഷജനാണ് എന്നുള്ളതും ഇവിടെ പറയുന്നു. അദോക്ഷജൻ എന്നുള്ളത് അതിൻ്റെ ഇവിടെയുള്ള അർത്ഥം, അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് ഭഗവാനെ മനസ്സിലാക്കുവാനോ അല്ലെങ്കിൽ ആ ഒരു പെർസെപ്ഷൻ്റെ അപ്പുറത്താണ് എന്നുള്ളതാണ് അദോക്ഷജൻ്റെ അർത്ഥം. അദോക്ഷജൻ എന്ന് പറയുമ്പോൾ വേറെ അർത്ഥങ്ങൾ ശാസ്ത്രങ്ങളിൽ വരുന്നു, വേറെ അർത്ഥങ്ങളുമുണ്ട്. എന്നാൽ ഇവിടെ വേറൊരു അർത്ഥം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സംസ്കൃതത്തിൽ ഒരുപാട് അക്ഷരങ്ങളുണ്ട്. ആദ്യത്തെ അക്ഷരം ആ എന്നുള്ള അക്ഷരവും അവസാനത്തെ അക്ഷരം ക്ഷ ആണ്. അപ്പോൾ ഇങ്ങനൊരു എക്സ്പ്ലനേഷൻ പ്രശീല പ്രഭുപാജി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിൽ. അതായത് ആ എന്ന് പറയുന്ന വാക്കിൻ്റെയും അക്ഷരത്തിൻ്റെയും ക്ഷ എന്ന് പറയുന്ന അക്ഷരത്തിൻ്റെയും ഇടയിലാണ് ബാക്കിയെല്ലാം വരുന്നത്, അല്ലേ? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന വാക്കുകളെല്ലാം ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഓരോ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് സംസ്കൃതമാണ് എല്ലാ ഭാഷയുടെ മൂലം അല്ലെങ്കിൽ ബേസ്, അല്ലേ? അതിൽ വരുന്ന വാക്കുകളെല്ലാം ഇതിനകത്ത് വരുന്നു. ഈ രണ്ട് ബൗണ്ടറീസിൻ്റെയും ഉള്ളിലാണ് വരുന്നത്. എന്നാൽ അദോക്ഷജ എന്ന് പറയുമ്പോൾ ഒരർത്ഥം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ അക്ഷരങ്ങളൊക്കെ ഉപയോഗിച്ച്, അതായത് എല്ലാം ബൗണ്ടറിക്ക് അപ്പുറത്താണ്. ഇതൊന്നും ഉപയോഗിച്ച് പോലും ഭഗവാനെ മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച് പറയുവാനോ നമുക്ക് സാധിക്കാത്ത ആ ഒരു വ്യക്തി, ഇതിൻ്റെ ഒരു ലിമിറ്റ്സിൽ വരാത്തൊരു വ്യക്തിയാണ് ഭഗവാൻ അല്ലെങ്കിൽ അദോക്ഷജൻ എന്നുള്ളത് അദ്ദേഹം പറയുന്നു. ഇനി വേറൊരർത്ഥം കൂടെ അദോക്ഷജനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അക്ഷ എന്ന് പറയുമ്പോൾ എന്താ പറയുക, നമ്മുടെ ശക്കടാസുരൻ്റെ ശക്കട്ടം എന്നുള്ളൊരർത്ഥം വരുന്നുണ്ട്. അക്ഷ എന്ന് പറയുമ്പോൾ അത് വേറൊരു അർത്ഥമാണ്. അദോക്ഷജ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ, അജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിക്കുന്നു. അപ്പോൾ ആരാണോ ശകടത്തിൻ്റെ താഴെ ജനിക്കുക എന്ന് പറഞ്ഞാൽ ആരാണോ ശകടത്തിൻ്റെ താഴെ ഉണ്ടായിരുന്നത് അതാരാണ്? ഭഗവാനാണ്. ഭഗവാന്റെ ശകടാസുരൻ്റെ ലീല. അപ്പോൾ ആ ഒരു അവസരത്തിൽ ആചാര്യന്മാർ പറയുന്നുണ്ട് അവിടെ, അതായത് അദോക്ഷജൻ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു അർത്ഥമുണ്ട്. ആരാണോ ശകടത്തിൻ്റെ താഴെ ഉണ്ടായിരുന്നത് ആ വ്യക്തിയെയും അദോക്ഷജൻ എന്ന് വിളിക്കും എന്നുള്ളത്. ഇതൊരു അങ്ങനെ 2-3 അർത്ഥങ്ങൾ വരുന്നു. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഇന്ദ്രിയങ്ങൾക്ക് അതീതമാണ്, അദ്ദേഹത്തെ മനസ്സിലാക്കുവാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇനി 3-ാമത്തെ വരി, നാ ലക്ഷ്യസേ മൂഢദൃശ, വിഡ്ഢികൾക്ക്, മൂഢർക്ക് അങ്ങേ കാണുവാനോ അങ്ങയുടെ ദർശനമോ അങ്ങേ മനസ്സിലാക്കുവാനോ ഒന്നും സാധിക്കില്ല.
അങ്ങ് ഇൻവിസിബിളാണ്, അദർശ്യനാണ്. ഇനി 4ാമത്തെ വരി, നട്ടോ നാട്യോധരോ യഥ. എങ്ങനെയാണ് ഒരു ഡ്രാമയിൽ, ഒരു നാടകത്തിൽ, അല്ലെങ്കിൽ ഒരു സിനിമയിൽ, അല്ലെങ്കിൽ നാടകമാവട്ടെ, എന്ത് വേണമെങ്കിലും ആവാം, വേഷം, അതായത് പല ആക്ടേഴ്സും അവർ പല വേഷങ്ങൾ ധരിച്ചു വരുന്നു, പല കഥാപാത്രങ്ങളായിട്ട് അവർ അഭിനയിക്കുന്നു. അപ്പോൾ സാധാരണഗതിയിൽ അവരുടെ ശരിയായിട്ടുള്ള, അതായത് ആരാണോ, അപ്പോൾ അതിനെക്കുറിച്ചൊരു അറിവില്ലാത്തൊരു വ്യക്തിക്ക് എന്താണ് ചെയ്യുന്നതെന്നറിയില്ല. ഇപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഡ്രാമ ചെയ്യുവാണെങ്കിൽ, ഉദാഹരണത്തിന് എന്തെങ്കിലും ഈ പറയുന്ന ശാസ്ത്രങ്ങളിലുള്ള, പുരാണങ്ങളിലുള്ള ഏതെങ്കിലും കഥകൾ അവർ ആക്ട് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ, ആ ഒരു കഥയെക്കുറിച്ച് കുറച്ച് ഐഡിയ ഇല്ലാത്ത ആളുകൾക്ക് ഒന്നും മനസ്സിലാവില്ല, അല്ലേ? അവർക്കൊന്നും മനസ്സിലാവില്ല. മാത്രമല്ല, ചിലപ്പോഴൊക്കെ ഡ്രസ്സിങ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പല കഥാപാത്രങ്ങളായിട്ട് ആളുകൾ വരുമ്പോൾ ആ ശരിയായിട്ടുള്ള ആരാണ് ഈ വ്യക്തി ശരിക്കുമെന്നുള്ളത് തിരിച്ചറിയാൻ പോലും സാധിക്കില്ല. അത്രമാത്രം വ്യത്യാസം ഉണ്ടാവും, അല്ലേ? അവരുടെ ഡ്രസ്സിങ്ങിലും, അവരുടെ ഭാവത്തിലും, അവരുടെ സംസാര രീതികൾക്കൊക്കെ. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നാടകത്തിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു, അതായത് എങ്ങനെയാണോ ആക്ടേഴ്സ് ഡ്രസ്സ് മാറി വരുമ്പോൾ നമുക്ക് മനസ്സിലാവാതിരിക്കുന്നത്, അതേപോലെ ആണ് അങ്ങ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ശ്ലോകത്തിൻ്റെ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങേ മനസ്സിലാക്കുവാൻ സാധാരണ ആളുകൾക്ക് ആർക്കും സാധിക്കില്ല, അങ്ങ് ഇന്ദ്രിയങ്ങൾക്ക് അതീതമാണ് എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ശ്ലോകത്തിൽ നമസ്കാരമാണ് ചെയ്യുന്നത്, ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് നമസ്കരിക്കുന്നു. 2ാമത്തെ ശ്ലോകത്തിൽ അങ്ങ് ഇന്ദ്രിയങ്ങൾക്ക് അതീതമാണ് എന്നുള്ളതാണ് ഇവിടെ അതിലെ മുഖ്യമായിട്ടുള്ള അർത്ഥം. അപ്പോൾ ഇവിടെയും വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ പറയുന്നു, അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ അദ്ദേഹം ചെറുതായിട്ട് പറയുന്നുണ്ട്. അതായത് കുന്തി മഹാറാണി മായാജവനിക ചന്നം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എന്തുകൊണ്ട് ഇത് പറയുന്നു? കാര്യം എന്നെ നേരിട്ട് കുന്തിമാത കണ്ടുകൊണ്ടിരിക്കുകയാണ്, എന്നെ നേരിട്ട് കണ്ടുകൊണ്ടാണ് സ്തുതിക്കുന്നത്. എന്നിട്ട് പറയുന്നു മായാജവനിക ചന്നം. അതെങ്ങനെയാണ് ശരിയാവുന്നത്? എന്നെ കാണുന്നുണ്ട്, എന്നിട്ട് പറയുന്നു ആർക്കും കാണാൻ സാധിക്കില്ല എന്നുള്ളത്. അപ്പോൾ കുന്തി ദേവി പറയുന്നു, അത് ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങയെക്കുറിച്ച്, അങ്ങ് ഭഗവാനാണ്, പക്ഷെ എന്നാലും ചില സമയത്ത് അങ്ങയെ മനസ്സിലാക്കാൻ സാധിക്കും, ചില സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതാണ് കാര്യം, അങ്ങ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മനസ്സിലാവുന്നില്ല. പറയുന്നു കുന്തി മഹാറാണി പറയും, ഇത് വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ പറയുന്നതാണ്. അശ്വത്ഥമാവ് അദ്ദേഹം അസ്ത്രം അയച്ചപ്പോൾ, ബ്രഹ്മാസ്ത്രം അയച്ച സമയത്ത് അങ്ങ് വന്നു രക്ഷിച്ചു. പക്ഷേ അങ്ങ് യുദ്ധത്തിലും യുദ്ധം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഈ അവസരത്തിൽ ആയുധം എടുക്കില്ല എന്ന് അങ്ങ് പറഞ്ഞ വ്യക്തിയാണ്. പക്ഷെ അങ്ങ് ആയുധമെടുത്തു. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല അത് എന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളത്. അങ്ങ് പറയുന്നതൊന്ന് ചെയ്യുന്നതൊന്ന് എന്നുള്ള രീതിയിൽ, വേറൊന്നുമല്ല. അതായത് ഭഗവാൻ ഇൻകൺസീവബിളാണ്, അചിന്ത്യമാണ് എന്നുള്ളത് കുന്തി മഹാറാണി പറയുകയാണ് ചെയ്യുന്നത്. അതാണ് ആദ്യത്തെ ഉദാഹരണം കുന്തി മഹാറാണി പറയുന്നത്. 2ാമത്തെ ഉദാഹരണം വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ പറയുന്നു. അതേപോലെ തന്നെ ഭീഷ്മദേവൻ്റെ കാര്യത്തിലും, ഭീഷ്മദേവൻ ഒരു ഭക്തനാണ്. മാത്രമല്ല ഭീഷ്മദേവൻ ധർമ്മത്തെ മുറുക്കെ പിടിക്കുന്നൊരു വ്യക്തിയാണ്. എന്നിട്ടും അദ്ദേഹത്തെ അങ്ങ് നശിപ്പിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അങ്ങ് എല്ലാവിധ കാര്യങ്ങളും അർജുനോട് പറഞ്ഞു, എല്ലാം ചെയ്തു അതിനു വേണ്ടി. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് അങ്ങനെ എന്നുള്ളത്. എന്നാൽ അതേപോലെ തന്നെ 3ാമത്തെ കാര്യം പറയുന്നു, ദ്രൗപദി, അങ്ങ് ദ്രൗപദിയോട് ഒരുപാട് സ്നേഹമുള്ള വ്യക്തിയാണ്, സുഭദ്രയോട് ഒരുപാട് സ്നേഹമുള്ള വ്യക്തിയാണ്. എന്നിട്ടും ദ്രൗപദിയുടെ 5 മക്കൾ അങ്ങയുടെ മുമ്പിൽ വെച്ചാണ് മരിച്ചത്, അശ്വത്ഥമാവെന്ന് കൊല്ലുന്നത്. അങ്ങൊന്നും ചെയ്തില്ല. അതേപോലെ സുഭദ്രയുടെ മകൻ അഭിമന്യു മരിക്കുന്നു. ഇതെല്ലാം സംഭവിക്കുന്നു. എന്നാൽ ചില സമയത്ത് അങ്ങ് രക്ഷിക്കുന്നു, ചില സമയത്ത് ഇതൊക്കെ സംഭവിക്കുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങയുടെ ലീലകൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം എനിക്ക് അങ്ങയെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അങ്ങ് പരമദിയോത്തമ പുരുഷൻ തന്നെയാണ്, അതെനിക്കറിയാം. പക്ഷേ അങ്ങയുടെ ലീലകളൊന്നും, അങ്ങ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക്
കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. അല്ലെങ്കിൽ അലക്ഷ്യം, അല്ലെങ്കിൽ ഇവിടെ വരുന്ന അധോക്ഷജം അവ്യയം ന ലക്ഷ്യസേ മൂഢദർശ മായാജവനിക ചന്നം എന്നൊക്കെ പറയാൻ ഞാൻ കാര്യം നാട്യോദരോ യഥ എന്നൊക്കെ ഞാൻ പറയാൻ കാര്യം ഇതാണ്. കാര്യം കോൺട്രഡിക്ഷൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചില സമയത്ത് അങ്ങ് ചെയ്യുന്നു, ചില സമയത്ത് അങ്ങ് ചെയ്യുന്നില്ല. അങ്ങ് ചില സമയത്ത് അങ്ങ് ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് അത് കുന്തി മഹാറാണി പറയുന്നതായിട്ടാണ് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത്. എനിവേ, ഇങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു കോൺവെർസേഷനാണ് അവർ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ആചാര്യന്മാർ ഇത് നേരിട്ട് നടക്കുന്നില്ല, അവരുടെ ഉള്ളിലൂടെ, കണ്ണിലൂടെ. അതായത് കുന്തി മഹാറാണി സ്തുതിക്കുന്നുണ്ട്, അതിൻ്റെ പുറകിൽ ഇടയിലുള്ള കോൺവെർസേഷൻസൊക്കെ അതെല്ലാം കണ്ണും അല്ലെങ്കിൽ ഹൃദയവും തമ്മിലുള്ള കോൺവെർസേഷനാണ്, അല്ലാതെ നേരിട്ട് ചോദിക്കുന്നതല്ല ഇതൊക്കെ. അതെല്ലാം ആചാര്യന്മാർക്ക് അറിയാം എന്താണെന്നുള്ളത്. നേരിട്ട് പറയുന്നത് ഭാഗവതത്തിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ഉള്ളിലും സൈഡ് കോൺവെർസേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഉള്ളിലുള്ള സൈഡ് കോൺവെർസേഷൻ അല്ല, അതിൻ്റെ ഇടയിലും കുറേ സംവാദങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് കാണിച്ചു തരുന്നത് ആചാര്യന്മാരാണ്. ഓക്കെ, സോ നമ്മളൊപ്പം 2 ശ്ലോകങ്ങളെ പഠിച്ചുള്ളൂ. ബാക്കിയുള്ളത് ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ നാളെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. മനോഹരമാണ് കുന്തി സ്തുതി. ഒരുപാട് കാര്യങ്ങൾ ഇനി മുന്നോട്ട് വരുന്നു. നമുക്ക് കാത്തിരിക്കാം, ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഇതെല്ലാം നല്ല രീതിയിൽ പഠിക്കുവാനും കേൾക്കുവാനും മനസ്സിലാക്കി നമ്മുടെ ഹൃദയത്തിലേക്ക് കുന്തി മഹാറാണിയെ പോലെ അല്ലെങ്കിൽ പാണ്ഡവരെ പോലുള്ള ശുദ്ധഭക്തരായി മാറുവാൻ നമുക്കും സാധിക്കട്ടെ. അവരുടെ പാത പിന്തുടർന്നുകൊണ്ട് ഇതാണ് ഇതിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ ഫൈനലി അതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം, അല്ലേ? ഇതെല്ലാം നമ്മൾ കേൾക്കുന്നതും പഠിക്കുന്നതും പരിശുദ്ധ ഭക്തരെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും ഭഗവാന്റെ കൃപയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതൊക്കെ, അല്ലെങ്കിൽ ശാസ്ത്രങ്ങളിൽ പറയുന്നതും പുരാണങ്ങളിൽ പറയുന്നതൊക്കെ നമ്മളെ ആ ഒരു പാത പിന്തുടർന്നുകൊണ്ട് ആ ഒരു വഴിയിൽ നമ്മൾ സഞ്ചരിച്ച് ഒരു ശുദ്ധഭക്തരായി മാറുക എന്നുള്ള ഒരു കാര്യമാണ് അതിൽ വരുന്നത്. അപ്പോൾ അതിലേക്ക് എത്തിയില്ലെങ്കിൽ പിന്നെ പ്രയോജനമില്ല, അല്ലേ? അപ്പോൾ അതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപാട് ഇൻസ്പിറേഷൻ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുവാണെങ്കിൽ ആ ഇൻസ്പിറേഷൻ കൊണ്ട് നമ്മൾ കൂടുതൽ ആത്മാർത്ഥതയോടുകൂടി ഭക്തിയുത സേവനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു. എല്ലാവരോടും നന്ദി പറയുന്നു. ശില പ്രഭുപാദ് കി ജായ്, ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ജായ്, കുന്തി സ്തുതി की जाए, गौड़ीय गुरुवृंद की जाए, श्री वृंदावन धाम की जाए, शचिनंदन श्री गौर हरि की जाए. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. കമന്റ്സ് എന്തെങ്കിലും? ഹരേ കൃഷ്ണ പ്രഭുജി വസുദേവരും ദേവകിയും അതുപോലെ തന്നെ യശോദാമാതാവും നന്ദഗോപരും അവർ തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ പ്രഭുജി? ഒന്ന് പറഞ്ഞാലോ. റിലേഷനൊക്കെ ഉണ്ട്, നമ്മൾ മുന്നോട്ട് ചർച്ച ചെയ്യുന്നതായിരിക്കും. ഓക്കെ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രണാം പ്രഭുജി. ദേവകി അമ്മയല്ലല്ലോ, കുന്തി ദേവി ഇപ്പൊ ഭഗവാനോട് പറഞ്ഞല്ലോ ഭഗവാൻ എല്ലാത്തിനും അതീതനാണെന്ന്. അപ്പം പ്രഭുജി ആദ്യം തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞിരുന്നു നമ്മുടെ പൂതന ഭഗവാന് വിഷം പുരട്ടിയിട്ടാണല്ലോ പാല് കൊടുത്തത്. അപ്പം ഭഗവാനെ സംബന്ധിച്ച് ഭഗവാന്റെ ഒരു പാദരേണുവിന്റെ പോലും അത്രയ്ക്ക് പോലും ഇല്ലാത്ത ഒരു ചെറിയൊരു പ്രാണിയാണ് മനുഷ്യര്. ആ മനുഷ്യര് ഭഗവാന് വിഷം കൊടുത്താലെന്ത്, അമൃത് കൊടുത്താലെന്ത്, ഭഗവാൻ അത് ഒന്നും യേശുന്നതല്ല ഭഗവാനെ സംബന്ധിച്ച്. പ്രഭുജി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭഗവാന്റെ കോപം പോലും അതീന്ദ്രിയമാണ്. അപ്പൊ ഭഗവാന് ഈ ഡ്യുവൽസ് ഇല്ലല്ലോ ഒന്നിലും. അത് അങ്ങനെ തോന്നി പറയാൻ. പിന്നെ കഴിഞ്ഞ അധ്യായത്തില് നമ്മുടെ ദ്രൗപദി ദേവി മക്കളെ ഒരാൾ വധിച്ചിട്ടും 5 പേരെയും വധിച്ചിട്ടും അമ്മ ആളോട് മാപ്പ് കൊടുക്കുമ്പം ഏതൊരു മനുഷ്യർക്കും അത് ഭയങ്കര അത്ഭുതകരമായിട്ട് തോന്നും പ്രഭുജി. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഭഗവാൻ
അർജുനനെ മാത്രമല്ല പരീക്ഷിച്ചതെന്ന് തോന്നി. ദ്രൗപദി ദേവിക്കും ഒരു പരീക്ഷണമായിരുന്നത്. യഥാർത്ഥത്തില് ഒരു ഭക്തന്റെ മനസ്സില് കോപം, ഭയങ്കര വൈരാഗ്യം, ദേഷ്യം, ക്രൂരത, എനിക്ക് എൻ്റെ മക്കള് നഷ്ടപ്പെട്ടു, അപ്പൊ ആ അമ്മയ്ക്കും എൻ്റെ ദുഃഖം അറിയണം എന്നാണല്ലോ സാധാരണ നമ്മള് കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൽ നിന്നൊക്കെ വളരെ ഭഗവാന്റെ ഭക്ത തന്നെയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ആ അമ്മയെ ഫ്രണ്ടാക്കി വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ പോലെ അത്രയ്ക്കും ഇഷ്ടമുള്ളതുകൊണ്ടാണ് പ്രഭുജി എല്ലാം അങ്ങനെ ത്യജിക്കാൻ പറ്റി. അത് ആ അമ്മയുടെ സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ എൻ്റെ ഭാവി എന്താവും, എൻ്റെ മക്കൾ ഇങ്ങനെ പോയി, ഞാൻ ഇനി എങ്ങനെ ജീവിക്കുക, അങ്ങനെയാണ് ചിന്തിക്കുക. ആ അമ്മ ചിന്തിച്ചത് ആ അശ്വത്ഥാമാവിന്റെ അമ്മ, അവരുടെ ഭർത്താവ് മരിച്ചുപോയി, ഈ മകനും നഷ്ടപ്പെട്ട ആ അമ്മയുടെ അവസ്ഥ എന്താവും എന്നൊക്കെയാണ് ചിന്തിച്ചത്. സോ ഗ്രേറ്റ് ആണ് അവര്. തീർച്ചയായിട്ടും. അങ്ങനെ താങ്ക് യു മാതാജി. ഭാഗവതത്തിൽ ഉള്ള ക്യാരക്ടേഴ്സ് എല്ലാവരും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പല പാഠങ്ങളും. അപ്പോൾ ഭാഗവതം അല്ലെങ്കിൽ പുരാണങ്ങളിലാവട്ടെ ഇതിഹാസങ്ങളാവട്ടെ, നമ്മൾ ഓരോ ക്യാരക്ടേഴ്സും ഇതിൽ കാണുന്നത്, ഓരോ ക്യാരക്ടേഴ്സും നമ്മളെ പഠിപ്പിക്കുന്നു. നല്ല ക്യാരക്ടേഴ്സ് നമ്മൾ നല്ല സ്വഭാവം എന്ത് ചെയ്യണമെന്നുള്ളത് പഠിപ്പിക്കുന്നു. അതായത് ഹിരണ്യകശിപുവിനെയും രാവണനെ പോലുള്ള ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യരുത് എന്ന് പഠിപ്പിക്കുന്നു. അപ്പോൾ എല്ലാവരും ഭാഗവതത്തിലുള്ള എല്ലാവരും ഒരേപോലെ ശ്രേഷ്ഠമാണ് നമ്മളെ സംബന്ധിച്ച്. ഇവിടെ മോശക്കാരനും അല്ലെങ്കിൽ നല്ലതും അങ്ങനെയൊന്നുമില്ല. ഹിരണ്യകശിപു എന്തൊക്കെ ലെസൺസാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, രാവണൻ എന്തൊക്കെ പഠിപ്പിക്കുന്നു, എങ്ങനെയാവരുത് എന്ന് പഠിപ്പിക്കുന്നു, അല്ലേ? സോ ഇതെല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ്. ഭഗവാൻ ഇത്രയും കാരുണ്യവാനായിട്ടുള്ള ഭഗവാൻ ശ്രീമദ് ഭാഗവതമായി നമ്മുടെ മുമ്പിൽ അവതരിച്ചിരിക്കുകയാണ്. സോ ഇതെല്ലാം നമ്മൾ കൃതജ്ഞതയോടുകൂടി സ്വീകരിച്ച് അത് ഭഗവാന്റെ ആ ഗിഫ്റ്റ് വാങ്ങി വാങ്ങുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്നിട്ട് ഭഗവാൻ ആഗ്രഹിക്കുന്ന പോലെ ഫോളോ ചെയ്യുക. താങ്ക് യു. എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു. ഹരേ കൃഷ്ണ. നാളെ ഇതേ സമയം മറക്കരുത്, എല്ലാവരും വരിക കുടുംബത്വ സമേതം. 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ രാമ 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 ഹരേ രാമ ഹരേ രാമ രാമ ഹരേ ഹരേ രാമ ഹരേ രാമ. കൃപാ സിന്ധുഭ്യോ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനേകോ